ഹായ് ഗായ്സ്, ദ ഗ്ലിബ്രോ നോട്ട് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വീക്കിലേക്കുള്ള വാശിയേറി വോട്ടിംഗ് പരേഡമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്താ ചൊവ്വാഴ്ച രാത്രി 11 മണി വരെയുള്ള റൺ ഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഫിനാലെ വീക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് 7 മത്സരാർത്ഥികളാണ്. ഈ 7 പേരിൽ നിന്ന് ഒരു മത്സരാർത്ഥി ചിലപ്പോൾ മിഡ് വീക്ക് എവിക്ഷനായിട്ട് പുറത്തു പോകുമായിരിക്കും. എന്തായാലും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് ജയിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ പരിമണിക്കൂറിലെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. എല്ലാ ബിഗ് ബോസ് അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ നിന്ന് ലഭ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാത്രി 11 മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ 1-ാം പൊസിഷൻ കരസ്ഥമാക്കിയെങ്കിലും പിന്നീട് അനീഷ് അത് കൈയടക്കി വെച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അനുമോൾ അത് തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. 1-ാം പൊസിഷൻ ഇപ്പോൾ 36,899 കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ താൻ ജേതാവാകുമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമായി 1-ാം പൊസിഷനിൽ തുടരുകയാണ്. 2-ാം പൊസിഷനിൽ അനീഷാണുള്ളത്. അനീഷ് ഒരു ഘട്ടത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏത് നിമിഷം വേണമെങ്കിലും 1-ാം പൊസിഷൻ കൈയടക്കുന്ന രീതിയിലാണ് അനീഷിൻ്റെ വോട്ടിംഗ് പ്രകടനം. ഇപ്പോൾ 35,677 വോട്ട് നേടി 2-ാം പൊസിഷനാണുള്ളത്. 3-ാം പൊസിഷനിൽ നൂറ കയറി വന്നിട്ടുണ്ട്. ഷാനവാസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നൂറ 3-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 25,008 വോട്ട് നേടിയാണ് നൂറ തൻ്റെ 3-ാം പൊസിഷൻ കരസ്ഥമാക്കിയിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ ഷാനവാസ് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു വോട്ടിംഗ് പ്രകടനം നടത്തിയെങ്കിലും ഇപ്പോൾ വോട്ടിങ്ങിൽ ഇടിവ് സംഭവിച്ച് 4-ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 24,312 വോട്ട് നേടി 4-ാം പൊസിഷനിൽ തുടരുകയാണ്. 5-ാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് തുടരുന്നത്. അക്ബർ വമ്പിച്ചൊരു മുന്നേറ്റം ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെവിനുമായിട്ട് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് അക്ബർ. 20,100 വോട്ട് നേടിയാണ് അക്ബർ 5-ാം പൊസിഷനിൽ തുടരുന്നത്. 6-ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അക്ബറുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരമായിട്ട് ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് അക്ബറുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പിന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 20,088 വോട്ട് നേടി 6-ാം പൊസിഷനിലാണുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ പൊസിഷൻ മാറി മറിയാം. 7-ാം പൊസിഷനിൽ ആദില തന്നെയാണ് തുടരുന്നത്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ആദില. വളരെ രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമൊന്നും കണ്ടുവരുന്നില്ല. ഇപ്പോൾ 12,309 എന്ന കുറഞ്ഞ ഒരു വോട്ട് നേടി 7-ാം പൊസിഷനിലാണുള്ളത്. മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ ആദിലായിരിക്കും പുറത്തു പോകുന്നത്.